പിറ്റേ ദിവസം രാവിലെ റയാൻ ഓഫീസിലേക്ക് പോകാനിറങ്ങുമ്പോൾ അവനൊപ്പം തന്നെ ആമയും ഉണ്ടായിരുന്നു. നീ എങ്ങോട്ടാ മോളെ? റയാനൊപ്പം പുറത്തേക്ക് പോകാനുള്ള വേഷത്തിൽ ഒരുങ്ങി വരുന്നവളെ കണ്ട് റൂബി ചോദിച്ചു. അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന പോളിന്റെ നോട്ടവും അവരിൽ തന്നെയായിരുന്നു. ഇന്ന് കോളേജ് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനും ഇച്ചായന്റെ കൂടെ പോവാം മമ്മി. തന്റെ കയ്യിൽ തൂങ്ങി സന്തോഷത്തോടെ പറയുന്ന പെണ്ണിനെ കണ്ട് റയാന്റെ മുഖത്തവളോടുള്ള പ്രണയം നിറഞ്ഞു. അത് കൊള്ളാം. ആകെപ്പാടെ 2 ദിവസമാ വീട്ടിലിരിക്കാൻ പറ്റുന്നത്. അപ്പോഴെല്ലാം പിടിച്ചിരുത്തി ആ തലയിലും മേത്തുമൊക്കെ എന്തെങ്കിലും ഒന്ന് തേപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോ ഇന്നലെ വിളിച്ചപ്പോ പൂർണിമയും അത് തന്നെയാ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ? റൂബിയുടെ മുഖം പരിഭവത്താൽ കൂർത്തു. എനിക്കിതൊക്കെ ഭയങ്കര അസ്വസ്ഥതയാ മമ്മി, ആമി മുഖം ചുളുക്കി പറഞ്ഞു. ആ, പ്രസവം കൂടെ കഴിയുമ്പോഴേക്കും ഈ അസ്വസ്ഥതയൊക്കെ അങ്ങ് മാറും. അന്നേരം കഴുത്ത് കറുത്തു, മുടി പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പിറകെ വന്നേക്കരുത്. അപ്പോഴാ കെട്ടിയോനും കെട്ടിയോളും എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോണത്. ഇവളുടെ താളത്തിനെല്ലാം തുള്ളുന്ന നിന്നോടും കൂടെയാ പറയുന്നത്. റൂബി ആദ്യം ആമയോടും പിന്നെ റയാനോടുമായി പറഞ്ഞു. അത് കേട്ട് ആമി ചുണ്ട് കൂർപ്പിച്ച് റയാനെ നോക്കി. അവൻ പക്ഷേ സാരമില്ലെന്ന മട്ടിൽ കണ്ണ് ചിമ്മി കാണിച്ചൊന്ന് ചിരിച്ചതേയുള്ളൂ. കിണിക്കണ്ട നീ. വൈകാതെ ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നേക്കണം. ഇല്ലെങ്കിൽ നീ എന്റെ കൊണം കാണും. പൂർണിമയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇവൾക്കെവിടാ പൊള്ളുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ആഹാ, വിളച്ചിലെടുക്കുന്നോ രണ്ടും കൂടി? റൂബി കസറുകയായിരുന്നു. ഓ എന്റെ മമ്മി, ഇങ്ങനെ കിടന്ന് അലക്കല്ലേ. ഉച്ചയാകുമ്പോഴേക്കും ഇവളെ തിരിച്ചു കൊണ്ട് തന്നേക്കാം പോരെ? റയാൻ മുഷിച്ചിലൂടെ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിക്കാനിരുന്നു. പിന്നാലെ ബാക്കിയുള്ളവരും. അല്ല, എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോണതെന്ന് പറഞ്ഞില്ലല്ലോ? പ്ലേറ്റിലേക്ക് പൂരി എടുത്ത് വെച്ചുകൊണ്ട് പോൾ റയാനെ കണ്ണു ചുരുക്കി നോക്കി. ചേടാ, ഇതിപ്പോ വലിയ കുരിശ ആയല്ലോ. എനിക്ക് എന്റെ പെണ്ണിനെയും കൊണ്ടൊന്ന് പുറത്തു പോകാനിപ്പോ ആരുടെയൊക്കെ കാല് പിടിക്കണം? വയസ്സാം കാലത്ത് ഞങ്ങൾ പോകുന്നിടം തപ്പി നടക്കാതെ രണ്ടിനും കൂടെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ? ഇതൊരുമാതിരി സീരിയലിലെ കുശുമ്പ് മൂത്ത തന്തയും തള്ളയും കൂട്ട് കുറെ നേരമായല്ലോ രണ്ടും കൂടെ ചെല്ലാന്നും പറഞ്ഞുകൊണ്ട്. അതിന് നീ ഇത്ര ബേജാറാകുന്നത് എന്തിനാടാവേ? ഈ സമയത്ത് നീ ഇവളെയും കൊണ്ട് എങ്ങോട്ടെന്നല്ലേ ചോദിച്ചുള്ളൂ. നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതല്ലേ ചോദിക്കുന്നേ? പോൾ നിഷ്കളങ്കതയോടെ പറയുന്നത് കേട്ട് റയാൻ പല്ല് കടിച്ചു. ദേ, വിശ്വസിക്കാൻ കൊള്ളാത്തത് നിങ്ങളുടെ അല്ലേ? വേണ്ട. ഏത് സമയമായാലും എന്നതാഹേ, അവളെന്റെ ഭാര്യയല്ലയോ? എന്റെ കൂടെ അല്ലയോ വരുന്നേ? അതാ പേടി. തമ്മിൽ കീരിയും പാമ്പുമായിട്ടിരുന്ന നേരത്ത് പോലും പെങ്കൊച്ചിനെ വെറുതെ വിടാത്തവനാ. പിന്നെ പേടി കാണാതിരിക്കുവോ? പോൾ മുഖം കുനിച്ച് തന്റെ പ്ലേറ്റിലേക്ക് മാത്രം നോക്കിയിരുന്നു കൊണ്ട് മകന് കേൾക്കാൻ പാകത്തിൽ പറ്റുന്ന വിധത്തിൽ പിറുപിറുത്തു. കർത്താവേ, ഇങ്ങേര് തന്ന ഒരു തന്തയാ. ഇതിനൊക്കെ എന്നതാ ഇപ്പൊ മറുപടി പറയുന്നത്? ഞാനൊരു അടിപൊളി തന്തയായത് കൊണ്ട് തന്നെയാടാ നീയും ഇങ്ങനെയൊക്കെ ആയത്. അല്ല പിന്നെ. പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ടുള്ള റയാന്റെ പറച്ചിൽ കേട്ട് പുച്ഛത്തോടെ പോള് പറഞ്ഞതും അവൻ അയാളെ തുറച്ചു നോക്കി. മറുവശത്തിരുന്ന് അപ്പന്റെയും മോന്റെയും കട്ടായങ്ങളൊക്കെ നോക്കിയിരുന്ന ആമിയും റൂബിയും അടക്കി ചിരിച്ചു. റയാനും ആമിയും നേരെ ഹോസ്പിറ്റലിലോട്ടായിരുന്നു പോയത്. അവർ ചെല്ലുമ്പോൾ മുറിക്ക് പുറത്തെ ചെയറിലിരുന്ന് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു ജോയൽ. അരികിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ടത് മുഖമുയർത്തി നോക്കിയ അവൻ മുന്നേ നടന്നു വരുന്ന റയാനെ കണ്ട് അവൻ വേഗം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അപ്പോഴായിരുന്നു അവന്റെ ഒപ്പം വരുന്ന ആമിയെയും അവൻ കണ്ടത്. ആദ്യം ചെറിയൊരു അമ്പരപ്പ് തോന്നിയെങ്കിലും തൊട്ടടുത്ത നിമിഷം അവൻ അവളെ നോക്കി പരിചിതഭാവത്തിൽ ചിരിച്ചു. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ക്രിസ്റ്റി റൂമിലില്ലേ? അവളെ ഇനി ഏതെങ്കിലും ടെസ്റ്റിനോ മറ്റോ കൊണ്ടുപോയി കാണുമെന്നുള്ള ധാരണയിൽ റയാൻ ചോദിച്ചു. അവള് റൂമിൽ തന്നെയുണ്ട്, ജോയൽ വിഷാദഭാവത്തിൽ പറഞ്ഞു. പിന്നെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അത് വെറുതെ അവിടെ ഇരുന്നവളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എന്താടാ, നിനക്കെന്താ ഒരു വിഷമം പോലെ? ആമിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കിയിട്ട് അവന്റെ തോളിൽ തൊട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുടെ തുടക്കമാണോ എന്നൊരു ഭയം നിറഞ്ഞിരുന്നു റയാനിൽ. ഞാൻ ഇന്നലെ അവളോടെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട്? റയാനിലും ആമിയിലും ഒരുപോലെ ആകാംക്ഷ നിറഞ്ഞിരുന്നു. ആ നേരം മുതൽ ഇതുവരെയുള്ള അവൾ എന്നോട് ഒരു വാക്ക് മിണ്ടുകയോ ഒന്ന് നോക്കുകയോ ചെയ്തിട്ടില്ല. അവസരം മുതലെടുക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഞാനെന്നവൾക്ക് തോന്നിക്കാണും ചിലപ്പോൾ. എടാ, റയാൻ എന്ത് പറയണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. സാരമില്ല ചായ, ഇങ്ങനെയൊരു ഭയം ഉള്ളിൽ കിടന്നതുകൊണ്ടാ ഞാനിതുവരെ ഒന്നും അവളെ അറിയിക്കാതിരുന്നത്. പക്ഷേ ഇന്നലെ ഇച്ചായ നിന്ന ധൈര്യത്തിലാ ഞാൻ. പക്ഷേ അതും ഇങ്ങനെയായി. ഉള്ളിലെ വേദന അവരെ അറിയിക്കാതിരിക്കാൻ പുഞ്ചിരിയുടെ മുഖംമൂടി അണിഞ്ഞ് പറയുന്നവനെ കേട്ടു നിൽക്കുമ്പോൾ റയാൻ ഒരേ സമയം വേദനയും കുറ്റബോധവും തോന്നിപ്പോയി. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ജോയാണ് ശരി. ഒരു പക്ഷേ ക്രിസ്റ്റി അവനെക്കുറിച്ച് അങ്ങനെ തന്നെയാവും ചിന്തിച്ചിട്ടുണ്ടാവുക. ജോയ് അത് മുൻകൂട്ടി കണ്ടതുമാണ്. പക്ഷേ താനാണ് അവനെ നിർബന്ധിച്ചത്. എന്നെങ്കിലും ഒരിക്കൽ വേണ്ടതാണെങ്കിലും ഇപ്പോൾ താൻ കാരണം സംഭവിച്ച ഒരു എടുത്തുചാട്ടമായി പോയി ഇത്. റയാൻ
അസ്വസ്ഥതയോടെ ഓർത്തു. ഞാൻ ഏതായാലും ക്രിസ്റ്റി ഒന്ന് കണ്ടിട്ട് വരാം. ആമി അകത്തേക്ക് പോയതും റയാനും ജോയും കൂടി പുറത്തേക്ക് ഇറങ്ങി. പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർണിമ കളരിക്കലേക്ക് വന്നു. മുറ്റത്ത് ഓട്ടോ വന്നു നിന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ വന്നതാരായിരിക്കുമെന്ന് അറിയാവുന്ന റൂബി വേഗം പുറത്തേക്ക് വന്നു. ഞാൻ ഓർത്തു രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ എന്ന്. പുറത്തേക്കിറങ്ങി വന്ന പൂർണിമയുടെ കയ്യിലുണ്ടായിരുന്ന കവറുകൾ വാങ്ങിക്കൊണ്ട് റൂബി പറഞ്ഞു. ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ വെപ്രാളം പിടിക്കണ്ടല്ലോ. അത് തന്നെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് നന്ദേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആ കൂടെ പോയാൽ മതിയല്ലോ. സാരി തുമ്മിക്കൊണ്ട് മുഖത്തെ പൊടിഞ്ഞ വിയർപ്പ് അമർത്തി തുടച്ചുകൊണ്ട് പൂർണിമ ചിരിച്ചു. ആദിമോളെവിടെ? ഉറക്കം വല്ലവുമാണോ? ഉവ്വ, കാലത്ത് തന്നെ റയാന്റെ പുറകെ ചാടിത്തുള്ളി പോയിട്ടുണ്ട്. മേത്തും തലയിലുമൊക്കെ വല്ലവും തേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അസ്വസ്ഥതയാണെന്നും പറഞ്ഞ് മുങ്ങിയതാ. അത് പണ്ടേയുള്ള സൂക്കേടാ. സാധാരണ പെൺപിള്ളേരെ പോലെ ഒന്നും ചെയ്യൂല. തലയിൽ ഇത്തിരി എണ്ണ തേക്കുന്നത് പോലും ഇഷ്ടമല്ല. ആ, ഇന്നതൊന്നും പറ്റില്ല, ചെയ്തേ പറ്റൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ കൊണ്ടുവന്നേക്കാമെന്ന എൻ്റെ പൊന്നുമ്മ വാക്ക് തന്നേക്കുന്നത്. ഇനിയാ കുരുത്തം കെട്ടവള് സോപ്പിട്ട് പതയ്ക്കാതിരുന്നാൽ മതി. അവള് കെഞ്ചിയാൽ ആ പൊട്ടം പറയും എന്നാ വേണ്ട മമ്മീന്ന്. ഇതിൻ്റെയൊക്കെ ഗുണം പിന്നെ പിള്ളേർക്ക് മനസ്സിലാകൂ. പൂർണിമയ്ക്ക് കുടിക്കാനെടുക്കുന്നതിനിടയിൽ തന്നെ റൂബി പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോഴും ആമയും റയാനും തമ്മിലുള്ള ഇഴയെടുപ്പം പൂർണിമയെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു റയാന്റെ കാറ് വന്ന ശബ്ദം കേട്ടത്. ഓ, എന്നാ പറ്റിയാവോ ഇങ്ങ് പോന്നേക്കാൻ? റൂബിയും പൂർണിമയും ഒരുപോലെ ചിരിച്ചു. ഞാൻ വരുന്നില്ല ചായ. രണ്ടും കൂടെ കണ്ട ചാണകമൊക്കെ എൻ്റെ മേത്ത് വാരി തേക്കും. വണ്ടി നിന്നതും റയാന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആമി ചുണുങ്ങി. അയ്യടാ, ഇനി ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേണം അമ്മച്ചിമാര് രണ്ടും കൂടെ എൻ്റെ തല പറിക്കാൻ. നീ ഒന്ന് പോയേ പെണ്ണെ, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഇച്ചായ, എന്തോ? ഒന്ന് പറയുന്നേ. അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മാറിൽ മുഖമിട്ട് രസിക്കൊണ്ട് ആമി ചുണുങ്ങി. എൻ്റെ കുട്ടൻ സോപ്പിടാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടണ്ട കേട്ടോ. ഇച്ചായനെ ഇപ്പൊ തീരെ കൺട്രോളില്ല. പോടാ പട്ടി. തൻ്റെ ചെവിയിൽ പതിയെ ഒന്ന് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ആമി അവൻ്റെ നെഞ്ചിലൊരു ഇടി കൊടുത്തിട്ട് മോന്തയും വീർപ്പിച്ച് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അത് നോക്കിയൊരു ചിരിയോടെ റയാനും. അപ്പോഴേക്കും പൂർണിമയും റൂബിയും ഉമ്മറത്തേക്ക് വന്നു. ഇച്ചായ. അവരെ കണ്ടതും പോയതിനേക്കാൾ വേഗത്തിൽ തൻ്റെ നെഞ്ചിലേക്ക് വന്ന് ചേർന്നവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ റയാന്റെ ചുണ്ടിലൊരു മനോഹരമായ പുഞ്ചിരി വിടർന്നിരുന്നു. കർത്താവേ, എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു ഈ കൊരുപ്പിൻ്റെ വാക്കും കേട്ടതിനെയും കൊണ്ട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ. റയാൻ മുകളിലേക്ക് നോക്കി പിറുപിറുക്കുമ്പോഴും ആമി കുസൃതിയോടെ അമ്മമാര് കൊടുത്തുവിട്ട മഞ്ഞൾ തേച്ച് പിടിപ്പിക്കുകയായിരുന്നു. കോമൻ ബാൽക്കണിയിലെ കസേരയിരിക്കുന്നവൻ്റെ മടിയിൽ കയറി അവന് അഭിമുഖമായിട്ടിരുന്നു കൊണ്ടായിരുന്നു അവളുടെ ആ കട്ടായങ്ങൾ. എടി കൊരുപ്പേ, അത് മൊത്തവും കൂടെ എൻ്റെ പുറത്ത് വെച്ച് തേക്കാൻ ഞാനല്ല ഗർഭിണി, നീയാ. അതുകൊണ്ട് കുറച്ചേല് നിന്റെ മോന്തയ്ക്കും കൂടെ തേച്ച് പിടിപ്പിക്കുക. മുഖവും കഴിഞ്ഞ് അവൾ തൻ്റെ കഴുത്തിലേക്കും മഞ്ഞൾ തേക്കാൻ ഒരുങ്ങുന്നത് കണ്ട് റയാൻ ദയനീയതയോടെ പറഞ്ഞു. ഗർഭിണി ഞാനാ, പക്ഷേ എന്നെ ഇങ്ങനെ ആക്കിയത് ഇച്ചാനല്ലേ. അപ്പോൾ ഇച്ചാനും ഒന്ന് വെളുക്കട്ടേന്ന്. ആ കടുങ്കൈ ചെയ്യാൻ എനിക്ക് തോന്നിയ നിമിഷത്തെ പറഞ്ഞാൽ മതിയല്ലോ. നാവ് കടിച്ച് കുസൃതിച്ചിരിയോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ടതും റയാൻ സ്വയം പഴിച്ചു. അപ്പോഴും ആമിയിലൊരു കുസൃതിച്ചിരി തന്നെയായിരുന്നു. പക്ഷേ ഇതെല്ലാം മറ്റൊരാൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അവരിരുവരും അറിഞ്ഞതേയില്ല. പിടിക്കണ്ട ചോദിച്ചാ, ഞാൻ തനിയെ പൊയ്ക്കോളാം. ബെഡിൽ നിന്ന് വാങ്ങി ബാത്റൂമിലേക്ക് പോകുന്ന ക്രിസ്റ്റിയെ കണ്ട് ഓടിച്ചെന്ന് പിടിച്ച ജോയുടെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയായിരുന്നു അവൾ പറഞ്ഞത്. തന്നെ കൈ വിടുവിച്ച് മുഖം കുനിച്ച് നടന്നു പോകുന്നവളെ നോക്കി നിൽക്കുമ്പോൾ ജോയ്ക്ക് നെഞ്ചിലൊരു വിങ്ങൽ പോലെ തോന്നി. തലേ ദിവസം രാത്രി തൻ്റെ മനസ്സവൾക്ക് മുന്നിൽ തുറന്നത് മുതൽ ഈ നിമിഷം വരെ അവൾ തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. തന്നെ അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ടോ എന്തോ ഏതു നേരവും കണ്ണുകളടച്ച് ഒരേ കിടപ്പാണവൾ. അവളുടെ ആ അവസ്ഥ കാണുമ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് വരെ തോന്നിപ്പോയിരുന്നു ജോയ്ക്ക്. അവൾ എന്തിയെ ചേട്ടായി? വാതിൽ തുറന്നു വന്ന ചഞ്ചലിന്റെ ചോദ്യമായിരുന്നു ജോയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അവള് ബാത്റൂമിൽ പോയേക്കുവാ, താൻ ഇരിക്ക്. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടവൻ പറഞ്ഞതും ചഞ്ചൽ കയ്യിലുണ്ടായിരുന്ന കവറുകളൊക്കെ ബെഡിനരിയിലെ ടേബിളിൽ കൊണ്ടുടക്കി വെച്ചു. ഇതൊക്കെ എന്താടോ? നിങ്ങൾക്കുള്ള ഫുഡാ. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ മമ്മി തന്നുവിട്ടതാ. പിന്നെ അവൾക്ക് മാറ്റാനുള്ള ഡ്രസ്സുമുണ്ട്. ജോ വെറുതെ ഒന്ന് മൂളിയിട്ട് ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ചെന്നിരുന്നു. ആ, നീ വന്നോ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് മുറിയിൽ നിൽക്കുന്ന ചഞ്ചലിനെ കണ്ട് ക്രിസ്റ്റി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും ജോയും ചഞ്ചലും ഒരേപോലെ അങ്ങോട്ട് നോക്കി. ഇതുവരെ തൻ്റെ നേർക്ക് മുഖം കനപ്പിച്ചിരിക്കുന്നവളിൽ ഞൊടിയിടെ കൊണ്ടുണ്ടായ മാറ്റം നോക്കി നിൽക്കെ ജോയുടെ നെഞ്ചിലെന്തോ കൊളുത്തി വലിച്ചു. എങ്ങനെയുണ്ടടി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടി. എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. അരികിലേക്ക് ചെന്നു ചഞ്ചന്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെയുള്ള ക്രിസ്റ്റിയുടെ പറച്ചിൽ കേട്ട്
ജോയ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി. ആ നേരത്തെ അവളുടെ മുഖത്ത് കണ്ട പിമ്മിഷ്ടം അവനെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. കണക്കായിപ്പോയി. കണ്ട വൃത്തികെട്ട മാർക്കൊക്കെ വേണ്ടി സ്വന്തം കൈ കണ്ടിക്കാൻ പോയപ്പോൾ ഓർക്കണമായിരുന്നു. 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന്റെ മുഷുവാണ് അവളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് കരുതി ചഞ്ചൽ ചിരിയോടെ പറഞ്ഞെങ്കിലും ജോയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം താൻ മാത്രമാണെന്ന്. അതുകൊണ്ട് തന്നെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാം. ചഞ്ചലുള്ള കുറച്ചു സമയമെങ്കിലും അവൾ താൻ കാരണമുള്ള വീർപ്പുമുട്ടലിൽ നിന്നും ഒരു മുക്തി നേടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞിട്ട് ജോ പതിയെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഡീ, നീ ഒന്ന് ചെന്ന് ഡോക്ടറോട് സംസാരിക്കാമോ? എനിക്കിപ്പോൾ പ്രോബ്ലമൊന്നുമില്ല. എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയടി. എനിക്കിവിടെ തീരെ പറ്റാഞ്ഞിട്ടാ. എന്താടി കാര്യം? പെട്ടെന്ന് എന്താ നിനക്ക് പറ്റിയത്? ജോ പുറത്തേക്ക് പോയതും തൻ്റെ കയ്യിൽ പിടിച്ച് അപേക്ഷ പോലെ പറയുന്നവളെ നോക്കിയിരിക്കെ ചഞ്ചല ആകെ അമ്പരന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ അവളെ കൂർപ്പിച്ചു നോക്കി. എനിക്കിവിടെ വയ്യടി. ഞാൻ ഓർഫനേജിൽ ചെന്നിട്ട് റെസ്റ്റ് എടുത്തോളാം. ഇനി അത് മതി. കാരണമൊന്നും പറയാതെ ക്രിസ്റ്റി വീണ്ടും പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നത് കണ്ട് ചഞ്ചൽ അവളെ സൂക്ഷിച്ചു നോക്കി. കഴിഞ്ഞുപോയ കുറച്ചു മണിക്കൂറുകൾക്കിടയിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അതിന്റെ പരിണിത ഫലമാണ് അവളെ കൊണ്ട് ഇങ്ങനെ വാശി പിടിപ്പിക്കുന്നതെന്ന് തോന്നിയതും ചഞ്ചൽ അവളുടെ കൈ തന്റെ കൈക്കുള്ളിലാക്കി മുറുകെ പിടിച്ചു. പറ ക്രിസ്റ്റി, എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇന്നലെ ഞാൻ പോണത് വരെ നീ ഓക്കെ ആയിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? അത് ഡീ. തന്റെ കണ്ണുകളിലേക്ക് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് മറുപടി കാത്തിരിക്കുന്നവളോട് എന്ത് പറയുമെന്ന് പോലും അറിയാതെ ക്രിസ്റ്റി പതറിയിരുന്നു. മമ്മി, പൂർണ്ണി ആൻറ്റി, മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങി വരുന്ന റോണയെ കണ്ടതും ലിവിംഗ് റൂമിൽ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന പൂർണിമയും റൂബിയും പരസ്പരം നോക്കിക്കൊണ്ട് എണീറ്റ് അവൾക്കരിയിലേക്ക് ചെന്നു. എന്തുവാടി, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാർന്നേ? എന്നതാ റോണ ഇവിടെ ബഹളം? റൂബി ചോദിച്ചതിന് മറുപടി പറയും മുമ്പ് തന്നെ മുറിയിൽ നിന്നിറങ്ങി വന്ന പോളും കൂടെ ചോദിച്ചതോടെ റോണ ഇരുവരെയും നോക്കി വെളുക്കെ ചിരിച്ചു. ആ, 3 ആളും വന്നത് നന്നായി. നിങ്ങൾ 3 കാണേണ്ട കാര്യം തന്നെയാ. 3 പേരും ഇവിടെ വന്നൊന്നിരുന്നേ. തന്റെ ഫോണിൽ എന്തോ തിരഞ്ഞുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് നടന്ന റോണയ്ക്ക് പിന്നാലെ തന്നെ മൂവരും അങ്ങോട്ട് ചെന്നു. എന്തുവാ പെണ്ണെ? ആ, ഒന്ന് സമാധാനപ്പെട്ടിരിക്കും മമ്മി, കാണിച്ചു തരാം. പറഞ്ഞതും അവൾ ഫോണിൽ നിന്നും ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്തവർക്ക് നേരെ നീട്ടി. പോളും റൂബിയും പൂർണിമയും ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി. 1-2 നിമിഷം കഴിഞ്ഞതും അവർ മൂവരുടെ മുഖത്തും ആദ്യം കണ്ട ടെൻഷൻ മാറി പകരം മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. റയാന്റെ മടിയിൽ കയറിയിരുന്നവന്റെ മുഖത്ത് മഞ്ഞൾ തേക്കുന്ന ആമിയുടെ വീഡിയോ ആയിരുന്നു അത്. എങ്ങനെയുണ്ട്? റോണ ചോദിച്ചതും റൂബി അതുവരെ ഉണ്ടായിരുന്ന പുഞ്ചിരി മറച്ചുകൊണ്ട് ഗൗരവത്തിന്റെ മുഖംമൂടി അണിഞ്ഞു. നിന്നോട് ആര് പറഞ്ഞടി കഴുതേ അവിടെ പോയി ഒളിഞ്ഞു നോക്കാൻ? നോക്കിയതും പോട്ടെ, അത് വീഡിയോ എടുത്തോണ്ട് വന്ന് പ്രദർശിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു മെനപിടിച്ച പെണ്ണ്. ആ, തല്ലാതെ മമ്മി. നല്ലൊരു സീൻ കണ്ടപ്പോൾ അത് നിങ്ങളുടെ കണ്ടോട്ടെ എന്ന് കരുതി ഓടി വന്നപ്പോൾ നോക്ക്. റൂബി കൊട്ടിയെടുത്ത് തടവി കൊണ്ട് റോണ മുഖം കുറിപ്പിച്ചവരെ നോക്കി. നിന്റെ ഒരു സീൻ പിടുത്തം. പോയിരുന്ന് വല്ലതും പഠിക്കാൻ നോക്കടി, വായി നോക്കി. ഓ, തുടങ്ങി സുവിശേഷം. റൂബി കൈ ഓങ്ങിയതും റോണ പെറുപുറത്തുകൊണ്ട് വേഗം തന്റെ മുറിയിലേക്ക് ഓടി. അത് കണ്ടതും മൂവരും ചിരിച്ചു. കർത്താവേ, എങ്ങനെ നടന്നതാ എൻ്റെ ചെറുക്കൻ. ഇപ്പൊ അവന്റെ ഗതി കണ്ടില്ലയോ? ആ, കുറ്റം പറയാൻ പറ്റത്തില്ല. പണ്ട് അവനേക്കാൾ കൊമ്പും കുലുക്കി നടന്നതല്ലയോ ഞാൻ. എന്നിട്ട് അവസാനം എന്തായി? ഇത്രയൊക്കെ ഉള്ളൂ ആണുങ്ങളുടെ കാര്യമൊക്കെ. റൂബി ഒന്ന് പാളി നോക്കി ആരോടൊന്നില്ലാതെ പോള് പറഞ്ഞതും പൂർണിമ ചിരിയടക്കി നിന്നു. റൂബി ആണെങ്കിൽ അയാളെ നോക്കി കണ്ണുരുട്ടി. ഇതാണോ നിന്റെ പ്രശ്നം? എടി, ഇതിലിപ്പോ നീ ഇത്ര ടെൻഷൻ ആവാൻ എന്താ? ആ കഞ്ചാവോളി റേപ്പിസ്റ്റിന് പകരം നല്ലൊരു ചെറുക്കനെ കിട്ടിയതോർത്ത് സന്തോഷിക്കാനുള്ളതിന് അവളിരുന്ന്. ചെ, ഇങ്ങനെ ഒരു കഴുത. ക്രിസ്റ്റി പറഞ്ഞതൊക്കെ കേട്ടിട്ട് ചഞ്ചൽ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്കെന്താ ചഞ്ചൽ, ബോധമില്ലേ? എന്നെ എന്തുവാ വല്ല കല്ലോ മരവോ കൊണ്ടുണ്ടാക്കിയതാണോ? എനിക്കും ഒരു മനസ്സുണ്ട്. ഉണ്ട്, എല്ലാവർക്കും മനസ്സുണ്ട്. ആ മനസ്സ് തുറന്ന് അങ്ങേരങ്ങോട്ട് പ്രേമിക്കടി നീ. അതിന് പകരമുള്ള ഒരുമാതിരി. നീ ഒന്ന് നിർത്ത് ചഞ്ചൽ. നിനക്ക് പറ്റുമെങ്കിൽ ഡോക്ടറോടൊന്ന് സംസാരിച്ച് ഡിസ്ചാർജ് വാങ്ങാൻ നോക്ക്. അല്ലാതെ വെറുതെ നടക്കാത്ത ഓരോന്ന് പറയാതെ. പ്രേമിച്ചിടത്തോളം ഒക്കെ തന്നെ ധാരാളം. ഇനി എനിക്ക് ആരുടെയും പ്രേമവും വേണ്ട, സ്നേഹവും വേണ്ട. എങ്ങനെയും പഠിച്ചൊരു ജോലി വാങ്ങി ഓർഫനേജിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത്രയുള്ള എൻ്റെ മനസ്സിലിപ്പോൾ. എടി, പ്ലീസ് ഡി. ഇനി എന്നോട് ഇതേക്കുറിച്ചൊന്നും പറയരുത്, ദയവ് ചെയ്ത്. വിതുമ്പലടക്കാൻ പാടുപെട്ടുകൊണ്ടുള്ള ക്രിസ്റ്റിയുടെ പറച്ചിൽ കേട്ടപ്പോൾ പിന്നീട് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ ചഞ്ചൽ അവളെ തന്നെ നോക്കിയിരുന്നു.